ഹലോ, ഇന്ന് എന്ത് വീഡിയോ ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ക്ലേ ഓർമ്മ വന്നത്. ഇതിന് മുന്നേ ഞാൻ ക്ലേ വെച്ചിട്ട് ഒരു മഷ്റൂം ഹൗസ് ഉണ്ടാക്കിയിരുന്നു. അതിന് വീഡിയോയും എടുത്തിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ വീഡിയോസ് എവിടെയൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. ഏതൊക്കെ വീഡിയോസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ക്ഷീണം മാറ്റാൻ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ക്ലേ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വായോ, നമുക്ക് ഒന്നിച്ച് ഒരു മിനി ബൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മിനി എന്ന് പറഞ്ഞാൽ വളരെ മിനിയാണ് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ പോയ ആ ഒരു മഷ്റൂം ഹൗസിൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. അത് ശ്രദ്ധിച്ചവരുണ്ടോ? അപ്പോൾ ഇതാ ക്ലേ വെച്ചിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് കേട്ടോ. ഞാനങ്ങനെ ക്ലേ ആർട്ട് ചെയ്യുന്നതിൽ അത്ര വലിയ പുലിയൊന്നുമല്ല. ഫസ്റ്റ് ട്രൈ ആയിരുന്നു ആ മഷ്റൂം ഹൗസ്. ഇപ്പോൾ രണ്ടാമത്തെ ട്രൈ നോക്കുന്നത് ഇതാ ഈ ഒരു മിനി ബൊക്കെയാണ്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. സിമ്പിളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ആ ഒരു ഷേപ്പ് കിട്ടാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലേ കയ്യിലുള്ളവരൊക്കെ എൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം തന്നെ ഇതാ ഇതുപോലെ ഒരു 5 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റിബണായിട്ടൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കൂലേ, ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഈ ഒരു 5 എണ്ണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി റോസാപ്പൂ റെഡി. എനിക്ക് പിന്നെ ഇതുപോലെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ റോസാപ്പൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു 6 ഫ്ലവർ എടുക്കാം. പിന്നെ 6 ഫ്ലവറിനൊന്നും ആവശ്യമില്ല കേട്ടോ, 5 എണ്ണൊക്കെ മതി. ഞാൻ പിന്നെ ചുമ്മാ ഒരു രസത്തിന് എന്നുള്ള മട്ടിലങ്ങ് ചെയ്തേ ഉള്ളൂ. വേണേ വെക്കാം, വേണ്ടേ വേണ്ട. പിന്നെ കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ കയ്യിലാക്കാൻ എന്തോ ഒരു മടി ഇന്ന്. അതുകൊണ്ട് ജസ്റ്റ് വലിയ പണിയില്ലാത്ത പരിപാടിയാണല്ലോ, വൈറ്റ് കളർ തന്നെ ക്ലേ ചെയ്തിട്ട് ലാസ്റ്റ് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ ക്ലേ ടൂൾസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എന്തിനാ യൂസ് ചെയ്യുക, എന്തിനുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. ഷോപ്പ് പോയപ്പോൾ ക്ലേ ടൂൾസ് കണ്ടു, വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന പരിപാടിക്കൊന്നും അല്ല കേട്ടോ ശരിക്കും ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന എല്ലാ പരിപാടിക്കും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഇലകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതാ ജസ്റ്റ് 4 ഇലകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ടൈമില്ലാത്തതുകൊണ്ടാണേ. കുറച്ചുകൂടി ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഭംഗി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിതാ 4 എണ്ണമാണ് എടുക്കുന്നത്. പിന്നെ ഈ തവണ ഓണവും നബിദിനവും ഒരേ ദിവസമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും നാളത്തെ പ്ലാൻ എന്താണ്? അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, എല്ലാവർക്കും എൻ്റെ നബിദിനാശംസകൾ. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ബേസിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ചെയ്തെടുത്തിരുന്നല്ലോ, അതിൻ്റെ ഒരു ചെറിയ വെർഷനായിട്ട് വേറൊരു റൗണ്ട് കൂടി ചെയ്തെടുത്തിരുന്നു. അത് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിടിക്കുന്ന ഭാഗം സെറ്റാക്കി എടുക്കാം. പ്രത്യേകിച്ചൊരു ഷേപ്പ് ഒന്നുമില്ല, നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് ചെയ്യാം. ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യുന്നേ. നമ്മൾ ഇതിന് അത്ര വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതും സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഓരോരോ ഫ്ലവേഴ്സായിട്ട് വെച്ചെടുക്കാം. ഒരു ബൊക്കേന്ന് തോന്നുന്ന രൂപത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു ഇല, ഒരു പൂവ് അങ്ങനെയുള്ളൊരു രൂപത്തിലാണ് വെക്കുന്നത്. അതിനിടയ്ക്ക് ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതെ നോക്കുക. വെച്ചപ്പോൾ ആദ്യം തന്നെ അത് ഒട്ടിപ്പോയി. പിന്നെ അത് വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഇത് മാറ്റിയിട്ട് ഇനി പുതിയത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് അതന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്നെ പോലെ ഉടായ്പൊന്നും കാണിക്കണ്ട, നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യണം. പിന്നെ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. മാത്രമല്ല ഫോളോ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോണേ. പാവല്ലടോ, കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, ഒന്ന് സപ്പോർട്ടാക്കി. പിന്നെ അടുത്തത് എന്ത് വീഡിയോ ചെയ്യണം, ജേണൽ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ചെയ്യണോ, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങൾ പറയുന്നതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഒരു ഷീറ്റ്സ് വേണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഭംഗി. അപ്പം നമുക്കിതാ കുറച്ച് നെറി പോലെ ചെയ്തിട്ട് കുറച്ച് ഷീറ്റാക്കിയിട്ട് വെച്ചെടുക്കാം. ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ കുറച്ചെണ്ണം ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഈ റൗണ്ട് ഷേപ്പ് വരുത്തുന്ന ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണേ.
ഞാൻ അങ്ങനെ ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ടാണ് വെച്ചെടുക്കുന്നത്. ആ ടൂൾസൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഒരൊറ്റ ഒന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കെന്തായാലും ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാം. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനിതാ ജസ്റ്റ് ബ്രഷ് പെന്നായിട്ട് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അക്രിലിക് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് സംഭവം ഉണ്ട്, പക്ഷെ എന്തോ മടിയാണ്. നിങ്ങൾക്കറിയാലോ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് നമ്മളിതാ ബ്രഷ് പെന്നായിട്ട് ആ ഒരു ഫ്ലവർ വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഇല ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ഇലകൾ, അത് ഇതിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളറൊക്കെ കൊടുക്കണം. അതുകൊണ്ട് അതിനും ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. വകയിലൊരു ബൊക്കയുടെ അനിയനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സാരല്ലടോ, നമ്മൾ രണ്ടാമത്തതല്ലേ ട്രൈ ചെയ്യുന്നത്. കുറച്ചുകൂടെയൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മളും പെർഫെക്റ്റ് ആവും. പ്രാക്ടീസ് ചെയ്താൽ പെർഫെക്റ്റ് ആവുന്നല്ലേ. അപ്പം എന്തായാലും ഇതാ നമ്മൾ ഫൈനൽ പരിപാടിയിലേക്ക് നീങ്ങാണ്. ബോ കെട്ടണം. ബോ കെട്ടിയാലല്ലേ ആ ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അതാ ബോ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബോക്കും ഒരു കളർ കൊടുക്കാന്നേ. വൈറ്റിൽ വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കാണില്ല, അതുകൊണ്ട് മാത്രം ഞാൻ കളർ കൊടുത്ത്. അല്ലാണ്ട് എന്നെ പോലുള്ള മടിയന്മാരൊന്നും കളർ കൊടുക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇതുകൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കാണാൻ ചെറുതായിട്ടൊക്കെ ബൊക്കായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ഒട്ടും മടിക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.